സർക്കാരിന്റെ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരായ ജനങ്ങളെ ആക്ഷേപിച്ച കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാലിന്റെ ആലപ്പുഴയിലെ വസതിയിലേക്ക് കർഷക തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. മാർച്ച് KSKTU നേതാവ് ആനാവൂർ നാഗപ്പൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകുന്ന പെൻഷൻ കൈക്കൂലിയായിട്ടാണ് ജനങ്ങൾ വാങ്ങുന്നതെന്നാണ് കോൺഗ്രസ് നേതാവായ കെ.സി. വേണുഗോപാലിന്റെ ആരോപണം. പിന്നീട് പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കമുള്ള നേതാക്കൾ ഈ ആരോപണം ഉന്നയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പെൻഷൻ വാങ്ങുന്ന പാവങ്ങളായ കർഷക തൊഴിലാളികൾ കെ.സി. വേണുഗോപാലിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നയിച്ചത്. മാർച്ച് കെ.സി. വേണുഗോപാലിന്റെ വീടിന് 100 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് പ്രതിഷേധ സമരം KSKTU ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായ ആനാവൂർ നാഗപ്പൻ ഉദ്ഘാടനം ചെയ്തു. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത പാവങ്ങൾ വാങ്ങുന്ന പെൻഷനാനുകൂല്യം കൈക്കൂലി എന്ന പേരിൽ ആക്ഷേപിക്കുന്ന കെ.സി. വേണുഗോപാലിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി പെൻഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് സംസ്ഥാനതല ഉദ്ഘാടനം വന്നത് തിരുവനന്തപുരത്താണ്, പേരൂർക്കടയിലാണ്. അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് VK നായനാർ ഒരമ്മയ്ക്ക് ആദ്യമായി പെൻഷൻ കൊടുത്തുകൊണ്ടാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്കൊട്ടാകെ വലിയ പ്രയോജനം ചെയ്യുന്ന ഈ പദ്ധതിയെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് പരിശ്രമിച്ചത്. KSKTU സംസ്ഥാന ദേശീയ നേതാക്കളെ കൂടാതെ സാധാരണക്കാരായ കർഷകരും കർഷക തൊഴിലാളികളും സമരത്തിൽ പങ്കുചേർന്നു. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.